സുരേഷ് ഏട്ടനും രതീഷും തമ്മിലുള്ള വിഷയമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറയുന്നത്. ഇവിടെ സുരേഷ് ഏട്ടൻ ഒരു ഗേ ആണെന്ന് രതീഷ് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇനി രതീഷ് ബിഗ് ബോസ് വീട്ടിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് പോലും ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. ബിഗ് ബോസ് ഉടൻ തന്നെ കൃത്യമായ ഒരു തീരുമാനം എടുക്കും എന്ന് ബിഗ് ബോസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഇനി നമുക്ക് തീരുമാനം അറിയാനുള്ളതും. ഇവിടെ ബിഗ് ബോസ് സിജോനെയും അതുപോലെ തന്നെ രതീഷിനെയും ഒരുമിച്ച് കൺസെഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി, അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് ഭയങ്കര സീനായി എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ഇവർ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ കിടന്ന അടിയുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബിഗ് ബോസ് അവിടെ രണ്ടുപേരുടെ അടുത്തും ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് രതീഷിന് സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് ഒരു അവസരം പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ഷോ ഓഫ് കാണിക്കണ്ട, ഇവിടെ ചോദിച്ചതിനെ മാത്രം മറുപടി പറഞ്ഞാൽ മതി, ഇവിടെ അഭിനയം വേണ്ട, നാടകം വേണ്ട എന്നൊക്കെയാണ് ബിഗ് ബോസ് അവിടെ രതീഷിൻ്റെ അടുത്ത് പറഞ്ഞത്. രതീഷ് പലതവണ പറഞ്ഞു, രതീഷ് എനിക്ക് ബിഗ് ബോസിനോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം, എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടും അവിടെ ബിഗ് ബോസ് ഒരിക്കൽ പോലും രതീഷിന് സംസാരിക്കാനുള്ളത് എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഏതൊരു മത്സരാർത്ഥിക്കും അവിടെ ശരികളും തെറ്റുകളും ഒക്കെ സംഭവിക്കാം. തെറ്റ് സംഭവിക്കാത്തവരായി ആരുമില്ല. ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടായത്, എന്താണ് പ്രശ്നം, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും തുല്യമായി കാണിക്കേണ്ടതാണ്. അതേസമയം സിജോയുടെ അടുത്ത് വളരെ മര്യാദ രീതിയിൽ അവിടെ ബിഗ് ബോസ് സംസാരിച്ചു. രതീഷിൻ്റെ അടുത്ത് വളരെ റൂഡായാണ് അവിടെ ബിഗ് ബോസ് സംസാരിച്ചത്. തികച്ചും ഒരു പാർഷ്യാലിറ്റി അവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മത്സരാർത്ഥികൾ തമ്മിൽ അടിയും പിടിയും വഴക്കും എല്ലാം ഉണ്ടാവുന്നത് സ്വാഭാവികം തന്നെ. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ രണ്ട് മത്സരാർത്ഥികളെയും തമ്മിലും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രതീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പെരുമാറിയ രീതി എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലായി തോന്നിയത്. എല്ലാ മത്സരാർത്ഥികളും രതീഷിനെ എതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. രതീഷ് എനിക്ക് പുറത്തു പോകണം, ഞാൻ ഗെയിം വിട്ട് പുറത്തേക്ക് പോവാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് രതീഷ് അവിടെ നിൽക്കുന്നത്. ആ സമയത്ത് രതീഷിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് ബിഗ് ബോസ് നടത്തേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. അല്ലാതെ എല്ലാ മത്സരാർത്ഥികളും ചെയ്യുന്ന പോലെ തന്നെ ബിഗ് ബോസ് അവിടെ രതീഷിൻ്റെ അടുത്ത് പെരുമാറിയത് വളരെ മോശം കാര്യമായിരുന്നു. നിങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് മത്സരിക്കാനായിട്ട് ആ മത്സരാർത്ഥി വന്നിട്ടുള്ളത്. ആ സമയത്ത് ആ മത്സരാർത്ഥിയുടെ അടുത്ത് തെറ്റ് ചെയ്തെങ്കിൽ പോലും സംസാരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബിഗ് ബോസിനുണ്ട്. അവിടെ ബിഗ് ബോസ് നടത്തിയത് വളരെ മോശം കാര്യമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.